ഇപ്പൊ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ. ഇനി കണക്ക് പറയാനുള്ള സമയമില്ല. എനിക്ക് അറിയേണ്ട അവസാനത്തെ കാര്യം, ഒരു ഉത്തമ പൗരന്റെ കർത്തവ്യം നിറവേറ്റുകയാണ് ഡോക്ടർ ഹാരിസ് ചെയ്തത്. അദ്ദേഹം ഒരു വിസിൽ ബ്ലോവറായി വന്നു. ആ പ്രശ്നം തൽക്കാലത്തേക്കെങ്കിലും പരിഹരിക്കപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തെ അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതിരിക്കുക എന്നൊരു കാര്യം പ്രധാനമല്ലേ? കഫീൽ ഖാനെ ഉത്തർപ്രദേശ് സർക്കാർ ട്രീറ്റ് ചെയ്ത രീതിയെ വിമർശിക്കുകയും കഫീൽ ഖാനെ കേരളത്തിൽ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണല്ലോ നിങ്ങളുടേതും. അപ്പോൾ ആ ഡോക്ടർക്കെതിരെ, സത്യം പറഞ്ഞ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആവശ്യമായി കാണാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അഭിലാഷ്, അതിന്റെ മുമ്പേ ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഇവിടെ വളരെ സമർത്ഥമായി ജ്യോതികുമാർ BJPയെ സഹായിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം നമ്മൾ കാണേണ്ടതുണ്ട്. അതിലെ പൊള്ളത്തരം BJP എങ്ങനെയും കോൺഗ്രസ് എങ്ങനെയും BJPയെ പരസ്പരം സഹായിച്ചു പോകുമെന്നത് ഈ ചർച്ചയിൽ തെളിയും. ഇപ്പോൾ അതിന് ഉത്തരം നൽകിയത് ശ്രീ ശിവശങ്കർ തന്നെയാണ്. അതായത് മാതൃമരണ നിരക്ക് മോദി അധികാരത്തിൽ വരുമ്പോൾ 130 അത് 90 എത്തിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കേരളത്തിലുണ്ടായത്. കേരളത്തിൽ 90 അല്ല, ഇന്ത്യയിൽ മാതൃമരണ നിരക്ക് 90 പേർ മരിക്കുമ്പോൾ കേരളത്തിൽ അത് വെറും 16 ചുരുക്കിയിട്ടുണ്ട്. അതാണ് ഇന്ത്യയും കേരളവും പരമ്പരാഗതമായി തന്നെ ദേശീയ ശരാശരിയും കേരളത്തിലെ ശരാശരിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് കാരണം അതാണ്. പറയട്ടെ പരമ്പരാഗതമായി തന്നെ അത് അങ്ങനെയാണ്. ഞാൻ പറയട്ടെ 43 ആയിരുന്നു. അല്ല, പറയട്ടെ, പറഞ്ഞോളൂ. അതെ, 43 കേരളം 16 താങ്കൾ വേണേ പരിശോധിച്ചോ. പിന്നെ അതുപോലെ തന്നെ ശിശുമരണ നിരക്ക് ഇപ്പോഴും ഇന്ത്യയിൽ 27 കുട്ടികൾ മരിക്കും. അത് 12 നിന്ന് 6 കേരളം ചുരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഒരു വസ്തുതയാണ്. UDF കാലത്തു നിന്നും ഇപ്പോഴത്തെ കാലവും പരിശോധിച്ചറിയാം. പരിശോധിച്ചോളൂ. കാലാകാലങ്ങളായി ഈ സംസ്ഥാനത്ത് തുടർന്നു വരുന്ന ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള പുരോഗതിയുടെ ഭാഗമായി കാലാകാലങ്ങളായി LDFും UDFും മാറി മാറി ഭരിച്ചു വന്നപ്പോ ഈ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള പുരോഗതി അത് ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്താണ് വീണ ജോർജും പിണറായി വിജയനോട് ഈ സംസ്ഥാനത്ത് പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും പറയണം. ഞാൻ പറയാൻ സമ്മതിച്ചില്ലല്ലോ. എനിക്ക് ഇനിയൊന്നും പറയാനില്ല. ഒരു ചെറിയ ഓഡിയോ ഞാൻ കഴിഞ്ഞ UDF കാലത്തെ കുറിച്ച് കേൾപ്പിക്കാം. അത് പുറത്ത് തുറന്നിട്ട ജനാലകളുള്ള ഭിത്തി, UDF കാലത്തെ കുറിച്ചാണ്. കഴുത്തൊപ്പം മാത്രം പൊക്കമുള്ള അടുത്ത ഭിത്തി. ഇതിനകത്താണ് കടുത്ത ഹൃദ്രോഗബാധയുള്ളവർക്കടക്കം തീവ്ര പരിചരണം നൽകുന്നത്. അണുബാധ ഏൽക്കാതിരിക്കാനും വായു സഞ്ചാരം സുഗമമാക്കാനും ICUകൾ എയർ കണ്ടീഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അത് ഇല്ല. ചെറിയൊരു അണുബാധ പോലും അപകടകരമാകുന്ന രോഗികൾക്കാണ് പുറമേ നിന്നുള്ള കാറ്റും വെളിച്ചവും ഏൽക്കുന്ന മുറിയിലെ തീവ്ര പരിചരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും RCCയിലും ആധുനിക സംവിധാനങ്ങളുടെ ഇത് ഇപ്പോഴത്തെ മാറ്റം. UDFന്റെ കാലത്തെ ICU എങ്ങനെയായിരുന്നു എന്നും ഒക്കെ പഴയ വാർത്തകളുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതായിരുന്നു UDFന്റെ കാലം. ഞാനതാ പറഞ്ഞത്, സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി 5 വർഷക്കാലം കൊണ്ട് 663 കോടി രൂപ മാത്രം ചെലവഴിച്ച നിങ്ങളും, ഒരു വർഷം ഞങ്ങൾ 1498 കോടി രൂപ ചെലവഴിക്കുന്ന ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞങ്ങൾ ഒരു വർഷം പോലും സതീഷ് പ്ലേ ചെയ്ത ഓഡിയോയിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണല്ലോ. ഏത് കാലത്തും LDF ഭരിച്ചാലും UDF ഭരിച്ചാലും മാധ്യമങ്ങൾ തിരുത്താനുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് പറയും. അതിപ്പോ നമ്മുടെ ആരോഗ്യ മേഖലയെയോ ആരോഗ്യ മന്ത്രിയെയോ സർക്കാരിനെയോ ഒന്നും സവിശേഷമായി ഇകഴ്ത്താനല്ല, അതാത് കാലങ്ങളിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഇതാണ് കാര്യം എന്ന് വിശദീകരിക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പണി. അതെന്തായാലും ഇപ്പോൾ സജീഷ് പ്ലേ ചെയ്ത ഓഡിയോയിൽ നിന്ന് വ്യക്തമാണല്ലോ. അതുകൊണ്ട് ഈ സർക്കാരിനെ എന്തോ താറടിക്കാനാണ് മാധ്യമങ്ങളോ അല്ലെങ്കിൽ ആ ഡോക്ടറോ ശ്രമിച്ചതെന്നൊന്നും ആരും കരുതേണ്ട. പ്രശ്നങ്ങളുണ്ട്, പരിഹരിച്ചു പോകണം. നമ്മുടെ പൊതുജന ആരോഗ്യ രംഗം കൂടുതൽ ശക്തിമത്താവണം, ശക്തിപ്പെടണം എന്നുള്ളത് തന്നെയാണ് അജണ്ട.